നമ്മളെല്ലാവരും ജപമാല കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സാധ്യമല്ല, നമുക്ക് കിട്ടാത്ത കാര്യങ്ങളിൽ പോലും ദൈവം ഇടപെടുന്ന സംഭവങ്ങൾ നമുക്ക് കാണാം. ഒരു ചേട്ടൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ വീട്ടിൽ മാറ്റങ്ങൾ സംഭവിച്ചു, വളരെയധികം മാറ്റങ്ങൾ. ചേട്ടൻ്റെ പ്രാർത്ഥന കണ്ടപ്പോൾ 3-4 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടപ്പോൾ ചേച്ചി, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന സഹോദരി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം ഈ ദിവസങ്ങളിലാണ്. കാരണം എൻ്റെ ഭർത്താവ് ഒരിക്കലും പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആ വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. പക്ഷേ ഞാൻ കാണുന്നത് 3-4-5 മണിക്കൂർ ആ സഹോദരൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണുമ്പോൾ വലിയ സന്തോഷമായി. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായിച്ചാൽ കുടുംബത്തിൽ വലിയ സമാധാന സ്വസ്ഥതയും ഉണ്ടായി. എൻ്റെ മകൾക്ക് പണി കിട്ടിക്കഴിഞ്ഞ് വീണ്ടും ആ സഹോദരൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ മക്കൾക്ക് കല്യാണം പല ആവർത്തി പരസ്യപ്പെടുത്തി കല്യാണത്തിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. ഇന്ന് സഹോദരൻ വന്ന് പറയാം, അച്ഛാ, കല്യാണം ഏകദേശം ഉറയ്ക്കാനായിട്ട് പോവുകയാണ്. ഒരു മകളുടെയല്ല 2 ആളുടെയും കല്യാണം ഒരേ സമയത്ത് നടത്തുവാനുള്ള ഒരു കൃപ കർത്താവ് ഒരുക്കി തന്നിരിക്കുകയാണ്. അച്ഛൻ അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഹല്ലേലൂയ. നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും ആ സഹോദരൻ പറയാം, ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ കാര്യങ്ങളെല്ലാം സാധിക്കുന്നതായിട്ട് എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുവാനായിട്ട് സാധിച്ചു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ജപമാല ഭക്തി നമുക്ക് വലിയ ആയുധമാണ്. സാത്താനെതിരെ, പാഷണ്ഡതകൾക്കെതിരെ, ഹെരസികൾക്കെതിരെ ഉയർത്താനുള്ള വലിയൊരു ആയുധമാണ് ജപമാല ഭക്തി എന്ന് വിശുദ്ധരായ വ്യക്തികൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ.